ഓർമ്മകൾ എന്ന് പറയാൻ പണ്ട് ഞാനും നദിക്കുട്ടിയാണല്ലോ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഹരിച്ചേട്ടൻ ഞങ്ങളുടെ രണ്ടുപേരുടെ വീടിന്റെ വഴി എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഓടിക്കാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതേപോലെ ഈ അരിഞ്ചേട്ടൻ ഞങ്ങൾക്ക് പണ്ട് നീ ഓർമ്മയുണ്ടാവും, ആ കളപ്പരയുടെ കുറെ ഞങ്ങൾ വീട് വെച്ച് കളിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കും. ഈ അരിഞ്ചേട്ടൻ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര മേടിക്കാൻ പോവാ, ചായപ്പൊടി മേടിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിന്റെ സൈക്കിൾ എടുത്തോണ്ട് അങ്ങോട്ട് പോകും. ഞങ്ങൾ വിചാരിക്കും കളിക്കാൻ പറ്റും, ഇവിടെ കളിക്കാൻ പോകില്ല, ഈ സൈക്കിൾ കൊണ്ട് പോകല. എന്നിട്ട് ഈ കലക്കവെള്ളം കണ്ട് കലക്കി വെച്ചിട്ടുണ്ടാവും. വന്നിങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഇത് പഞ്ചസാര ഇല്ല, പഞ്ചസാര മേടിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിൾ കൊണ്ട് പോകും. ഞങ്ങൾ പാവം വിചാരിക്കുന്നത് കളിക്കണമായിരിക്കണം, പക്ഷെ കളിക്കണമൊന്നുമല്ല, അതിനാണ് സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുഖമാണ്. പിന്നെ അതേപോലെ ഈ അമ്മലപ്പം പറഞ്ഞത് ബാലകൃഷ്ണൻ ഞങ്ങളെ കൊണ്ട് ഈ ഗുണന പട്ടിക പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് LSSന്റെ സമയത്താണ് തോന്നുന്നു, അതായിരുന്നു ഗുണന പട്ടിക ബാലകൃഷ്ണപ്പനെ പറഞ്ഞു കേൾപ്പിക്കണേ. അപ്പൊ അതൊക്കെ നല്ലൊരു ഓർമ്മയാണ്. അതൊന്നുണ്ട്. ഒന്നാം ക്ലാസ്സിൽ ആശാ ബസ്സിൽ ഞങ്ങള് കൊട പിടിച്ചോണ്ട് പോയി നിന്നത്. പിന്നെ സ്കൂളിൽ പോണ വഴി ഏതോ ഈ സർവേ കഴിഞ്ഞ് ഞങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ട് പൂജിക്കാറുണ്ട്. അങ്ങനെ ആശാ ബസ് അത് ഓർമ്മയുണ്ട്. പിന്നെ അതേപോലെ ദേറ സ്കൂളിൽ പോയ സമയത്ത് പാടത്ത് എന്തിന്റെ കാലാണോ പോയത്, കാലം പോയി. പിന്നെ അമ്പലപ്പന്റെ സ്കൂട്ടറിൽ ഞാൻ കയറാൻ നോക്കിയിട്ട് ഞാൻ മറിഞ്ഞു വീഴാൻ പോയി. എന്നിട്ട് പിന്നെ ഞാൻ സ്കൂട്ടറിൽ കയറിയിട്ടേ ഇല്ല. അങ്ങനെ ദർശനം പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ. അതായത് എപ്പോഴും അച്ഛമ്മ ഉണ്ടായിരുന്നപ്പോഴത്തെ ഓണം വിഷുവൊക്കെയാണ്. എന്നുവെച്ചാൽ നമ്മള് രാവിലെ എല്ലാം കഴിഞ്ഞ് നേരെ വാലിന് പോയിട്ട് അവിടെയാണ് ഊണുമൊക്കെ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ എല്ലാവരും വരും. അരിഞ്ചേട്ടൻ വരും. അരിഞ്ചേട്ടൻ ഓർമ്മയുണ്ടോ നമ്മൾ ഈ ഓലപ്പുരയൊക്കെ ഉണ്ടാക്കി കളിച്ചേക്കണം. പിന്നെ ഈ പച്ചക്കറി കുറെ ഇലയൊക്കെ വെച്ച് കട ഉണ്ടാക്കി കളിക്കും. ഇതുപോലെ ചെടിവെള്ളം കലക്കി ചായ പറഞ്ഞ് അരിഞ്ചേട്ടൻ കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടാണ് കുട്ടികളായത്. പിന്നെ അച്ഛൻ്റെ അടുത്ത് വരും സൈക്കിള്. പിന്നെ ഞങ്ങളുടെ വെക്കേഷൻ അവിടെ വന്ന് നിൽക്കുമായിരുന്നു രണ്ടു ദിവസമൊക്കെ അവിടെ. പിന്നെ ഞങ്ങൾ ഇതുപോലെ വെക്കേഷന് ചിറ്റമ്മയുടെ അടുത്ത് പോയി നിന്ന് അവിടെ കുളമല്ല മറ്റുകളെ കുളിക്കാൻ പോകുന്നത്, അതൊക്കെ നല്ല ഓർമ്മയാണ്. പിന്നെ എനിക്കുള്ള ഓർമ്മ എന്ന് വെച്ചാൽ അവിടെ കുട്ടങ്കാവിൽ ഉത്സവം വരുമ്പോൾ ഞാൻ പേരമ്മയുടെ കൂടെ എപ്പോഴും നാടകം കാണാൻ പോകും രാത്രി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കുമല്ലോ നാടകം. അത് കഴിഞ്ഞ് 4 മണിക്ക് മറ്റേ ഗരുഡൻ തൂക്കും അങ്ങനെ എന്തോ. അപ്പൊ അമ്മയും നിത്യകുഞ്ഞല്ലേ, ഇവരാരും വരില്ല. അപ്പൊ പേരമ്മയുടെ കൂട്ടായിരുന്നു ഞാൻ ആ സമയത്ത്. പേരമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബസ്സിൽ റോഡിൽ നടുക്കുന്നതും പിന്നെ പിന്നെ എനിക്കൊരു ഓർമ്മയുള്ളത് ഞങ്ങൾ കൊണ്ട് ഡാൻസ് പഠിക്കുമായിരുന്നു, ഞാനും ദർശനയൊക്കെ. അപ്പോ ഒരു ദിവസം ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ അവിടെ ഡാൻസ് ക്ലാസ് ഇല്ല. അപ്പൊ ഞാൻ തിരിച്ചു വന്ന് ഞാൻ ദർശനയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ കൂടെ ഡാൻസിനുള്ള വേറെ ആരോ ശ്രീകല ചേച്ചിയെന്ന് തോന്നുന്നു, ആരോ അതിലെ പോയപ്പോ അച്ഛനും അമ്മയും കണ്ടു. അപ്പൊ അവര് ചോദിച്ചു, നീ എന്താ തിരിച്ചു വന്ന് ഡാൻസില്ലേ? അപ്പൊ കഴിഞ്ഞല്ലോ. അപ്പൊ ഇവർക്ക് ടെൻഷനായി, കഴിഞ്ഞെങ്കിൽ ഞാനെന്താ വരാത്തത്. അപ്പൊ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ അവിടെ കളിച്ചോണ്ടിരിക്കുമ്പോ അച്ഛൻ പുറകിൽ നിന്നൊരു അടി തന്നിട്ട് പോകുന്നതാണ് എനിക്ക് ഓർമ്മ. അതായത് എന്നെ കാണാനിട്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത്രയും നേരമായിട്ട് എന്താ വരാത്തേന്ന് വിചാരിച്ചിട്ടായിരിക്കും അവിടെ വന്നൊരു അടി തന്നിട്ട് പോയതാണ് എനിക്ക് ഓർമ്മ. പിന്നെ അതൊക്കെ അത് പറയണ്ട, അത് പിന്നെ അതൊക്കെയാണ്. ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഓർമ്മ വരുന്ന എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, അപ്പൊ